الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും ശരിയാം വിധം ശ്രദ്ധിച്ചും പാലിച്ചും മുന്നോട്ട് കൊണ്ടുപോകുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ ഉൾപ്പെടുന്നതിന് വേണ്ടി നാം ഓരോരുത്തരും നിരന്തരമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്രകാരം പരിശ്രമിക്കുകയും വിജയിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരെ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ഭുതങ്ങൾ നിറഞ്ഞ ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ചണിയിച്ചൊരുക്കി നമുക്ക് കീഴ്പ്പെടുത്തി തന്നിട്ടുള്ളത് നമ്മോടുള്ള അങ്ങേയറ്റത്തെ കാരുണ്യം കൊണ്ടാണ്. ആകാശഭൂമികളിൽ എവിടെയും സഞ്ചരിക്കുവാനും കാണുന്ന വിഭവങ്ങൾ സ്വായത്തമാക്കുവാനും അത് തന്റെ നിലനിൽപ്പിന് വേണ്ടി അശാസ്യമാം വിധം പ്രയോജനപ്പെടുത്തുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവാദം നൽകിയിട്ടുള്ളത് നമ്മോടുള്ള അങ്ങേയറ്റത്തെ വാത്സല്യം കൊണ്ടും കൃപ കൊണ്ടുമാണ്. ഈ പ്രപഞ്ചത്തിലുള്ള ഏതൊരു വസ്തുവും അശാസ്യമായ മാർഗത്തിലൂടെ, അനുവദനീയമായ മാർഗത്തിലൂടെ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവാദം നൽകിയതുപോലെ ചില മേഖലകളുമായി അടുക്കുവാൻ പാടില്ലെന്നും അല്ലാഹു നിഷ്കർഷിച്ചിട്ടുള്ളത് നമ്മോടുള്ള കാരുണ്യം കൊണ്ടും വാത്സല്യം കൊണ്ടും തന്നെയാണ്. അനുവദിക്കപ്പെട്ട മേഖല വളരെ വിശാലമാണ്. നിഷിദ്ധമാക്കപ്പെട്ട മേഖലയാകട്ടെ വളരെ പരിമിതവുമാണ്. എന്നാൽ പൊതുവെയുള്ള മനുഷ്യന്റെ ഒരു അവസ്ഥ നിഷിദ്ധമാക്കപ്പെട്ട മേഖലയുമായി അടുക്കുന്നതിന് വേണ്ടി ഔത്സുക്യം കാണിക്കുന്നു എന്നുള്ളതാണ്. മനുഷ്യ സൃഷ്ടിപ്പിന്റെ ആരംഭം മുതൽ തന്നെ അത് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാം അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഇണ ഹവ്വ ഇരുവരെയും സൃഷ്ടിച്ചതിന് ശേഷം സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു. സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പൂർണമായ സ്വാതന്ത്ര്യം നൽകി. എവിടെയും സഞ്ചരിക്കുവാനും
അവിടെ കാണുന്ന മരങ്ങളിൽ നിന്ന് യഥേഷ്ടം അനുഭവിക്കുവാനുമുള്ള സമ്പൂർണമായ സ്വാതന്ത്ര്യം അല്ലാഹു നൽകി. സമ്പൂർണമായ സ്വാതന്ത്ര്യം നൽകിയതോടൊപ്പം ഒരു വൃക്ഷത്തിന്റെ അടുത്തേക്ക് മാത്രം അടുക്കുവാൻ പാടില്ല എന്ന് നിഷ്കർഷിക്കുകയും ചെയ്തു. ആ വൃക്ഷത്തിനടുത്തേക്ക് നീ അടുക്കുകയാണെങ്കിൽ നീ നിന്നോട് തന്നെ അപരാധം ചെയ്തവനായി മാറും, സ്വർഗത്തിൽ നിന്ന് നീ പുറത്തു പോകേണ്ടി വരികയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹപൂർവ്വം മനുഷ്യന് സാരോപദേശം നൽകി. പക്ഷേ മനുഷ്യൻ തനിക്ക് അനുഭവിക്കാനുള്ള, ആസ്വദിക്കുവാനുള്ള അനവധി നിരവധി പഴങ്ങൾ, ഫലങ്ങൾ സ്വർഗത്തിൽ ഉണ്ടായിരിക്കെ നിഷിദ്ധമാക്കപ്പെട്ട ഏകമായ വൃക്ഷത്തിനടുത്തേക്ക് പോകുന്നതിന് വേണ്ടിയാണ് അങ്ങേയറ്റത്തെ താല്പര്യം കാണിച്ചിട്ടുള്ളത്. കാരണം ചെകുത്താന്റെ പ്രേരണയാണ്. അള്ളാഹുവിന്റെ ഉത്ബോധനങ്ങൾ വിസ്മരിച്ച് ചെകുത്താന്റെ ദുർബോധനങ്ങൾക്ക് വശംവദനായപ്പോൾ വിലക്കപ്പെട്ട കനി ഭുജിക്കുകയും സ്വർഗത്തിൽ നിന്ന് പുറത്തു പോരേണ്ടി വരികയും ചെയ്തു. അനന്തമായ, അതുല്യമായ സുഖാനുഭൂതിയുടെ സങ്കേതമായ സ്വർഗത്തിൽ നിന്ന് അള്ളാഹുവിന്റെ വിധി വിസ്മരിച്ച്, വിലക്ക് വിസ്മരിച്ച് വിലക്കപ്പെട്ട കനി ഭുജിച്ചതിന്റെ പേരിൽ പരീക്ഷണത്തിന്റെ ലോകമായ ഭൂമിയിലേക്ക് മനുഷ്യൻ വരേണ്ടി വന്നു. ഈ ഭൂമിയിലേക്ക് മനുഷ്യൻ വന്നപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, ഈ ഭൂമിയിലുള്ള മുഴുവനും നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചിട്ടുള്ളതാണ്. അവ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിയമവിധേയമായി അനുവദനീയമായ മാർഗങ്ങളിലൂടെ വിശിഷ്ടമായ കാര്യങ്ങൾ മുഴുവനും നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. അങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന കാര്യങ്ങളാണ് ഭൂമിയിൽ അധികവും ഉള്ളത്. എന്നാൽ നിഷിദ്ധമാക്കപ്പെട്ട വളരെ പരിമിതമായ ചില മേഖലകളുണ്ട്. ആ മേഖലകളിലേക്ക് നിങ്ങൾ അടുക്കുവാൻ പാടില്ല എന്ന് കർശനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നാൽ ആദ്യമേ മനുഷ്യൻ അവന്റെ സ്വഭാവം പ്രകടിപ്പിച്ചിട്ടുള്ളത് പോലെ പരീക്ഷണത്തിന്റെ ലോകമായ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതിന് ശേഷവും സ്വാതന്ത്ര്യം നൽകപ്പെട്ട, അനുവാദം നൽകപ്പെട്ട അനന്തമായ മേഖലകൾ ഉണ്ടെങ്കിലും നിഷിദ്ധമാക്കപ്പെട്ട മേഖലകളിലേക്ക് അടുക്കുന്നതിന് വേണ്ടിയാണ് മനുഷ്യൻ ഔത്സുക്യം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് മദ്യപാനം എന്നുള്ളത്, മയക്കുമരുന്നിന്റെ ഉപയോഗം എന്നുള്ളത്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം വളരെ കർശനമായി മദ്യപാനത്തെ നിരോധിച്ചിട്ടുണ്ട്. മദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുഴുവൻ മേഖലയെയും അല്ലാഹുവിന്റെ പ്രവാചകൻ വളരെ കൃത്യമായി ഇസ്ലാമിക് ഉമ്മത്തിന് അനുവദനീയമല്ല എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. 10ഓളം ആളുകളെ പേരെണ്ണി പറഞ്ഞുകൊണ്ട് മദ്യമുണ്ടാക്കുന്നവൻ, അത് വഹിക്കുന്നവൻ, അത് വിൽക്കുന്നവൻ, അത് കുടിക്കുന്നവൻ, അതിനുവേണ്ടി പ്രേരണ ചെയ്യുന്നവൻ തുടങ്ങി 10 വിഭാഗം ആളുകളെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി മദ്യവുമായും ചൂതാട്ടവുമായും ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യവും വിശ്വാസികളിൽ ഉണ്ടാകുവാൻ പാടില്ല എന്ന് കർശനമായി വിലക്കിയിട്ടുണ്ട്. യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ ഖുൽ ഫീഹിമാ ഇത്മുൻ കബീറുൻ വമനാഫിഉ ലിന്നാസ് വഇത്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ. പ്രവാചകരെ, അങ്ങയോട് അവർ, മനുഷ്യർ താങ്കളോട്, വിശ്വാസികൾ താങ്കളോട്, ജനങ്ങൾ താങ്കളോട് മദ്യത്തെ സംബന്ധിച്ച് ചോദിക്കുന്നു, ചൂതാട്ടത്തെ സംബന്ധിച്ചും ചോദിക്കുന്നു. താങ്കൾ അവരോട് പറഞ്ഞു കൊടുക്കുക, ഖുൽ ഫീഹിമാ ഇത്മുൻ കബീറുൻ വമനാഫിഉ ലിന്നാസ്, മദ്യത്തിലും ചൂതാട്ടത്തിലും വളരെ വലിയ പാപമുണ്ട്, ജനങ്ങൾക്ക് കുറച്ച് ഉപകാരങ്ങളുണ്ട്. വഇത്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ, അതിന്റെ
ഉപകാരങ്ങളെക്കാൾ കൂടുതലുള്ളത് പാപമാണ്. ഇസ്മ എന്ന പദമാണ് അവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. ഉപകാരത്തെക്കാൾ കൂടുതൽ മദ്യത്തിലും ചൂതാട്ടത്തിലുമുള്ളതും പാപമാണ്. അതുകൊണ്ട് നിങ്ങൾ മദ്യപാനത്തിന്റെ മേഖലയുമായി ചൂതാട്ടത്തിന്റെ മേഖലയുമായി നിങ്ങൾ അടുക്കുവാൻ പാടില്ല. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. അല്ലയോ സത്യവിശ്വാസികളെ, തീർച്ചയായും ഖംർ, മദ്യം, മദിയെ മയക്കുന്ന, ബുദ്ധിയെ മയക്കി തീർക്കുന്ന എല്ലാ കാര്യങ്ങളും, പ്രശ്നക്കോലുകൾ, പ്രതിഷ്ഠകൾ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഫജ്തനിബൂഹു, അതിനെ നിങ്ങൾ സമ്പൂർണ്ണമായും വർജിക്കണം. ലഅല്ലകും തുഫ്ലിഹൂൻ, എങ്കിൽ നിങ്ങൾക്ക് വിജയികളായി മാറിയേക്കാം. അപ്പോൾ നിങ്ങൾ വിജയം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, വിജയം കൊതിക്കുന്നുണ്ടെങ്കിൽ, മതിയെ മയക്കുന്ന, ബുദ്ധിയെ സംഭ്രമിപ്പിക്കുന്ന, മദ്യവുമായി ബന്ധപ്പെട്ട, മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട മുഴുവൻ മേഖലകളിൽ നിന്നും പരിപൂർണമായും നിങ്ങൾ വിട്ടുനിൽക്കണം. എന്നാൽ നിങ്ങളെ അതിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി ചെകുത്താൻ നിരന്തരമായി പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായും പിശാച് മദ്യത്തിലൂടെ, ചൂതാട്ടത്തിലൂടെ അവൻ ഉദ്ദേശിക്കുന്നത് അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ ഫിൽ ഖംരി വൽ മൈസിർ വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാ ഫഹൽ അൻതും മുൻതഹൂൻ. തീർച്ചയായും മദ്യപാനത്തിലൂടെ, ചൂതാട്ടത്തിലൂടെ പിശാച് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും വളർത്തുന്നതിനു വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾ അവനെ ശ്രദ്ധിക്കണം, അവനെ സൂക്ഷിക്കണം. അവന്റെ കെണിയിൽ നിങ്ങൾ അകപ്പെടാൻ പാടില്ല. ഫഹൽ അൻതും മുൻതഹൂൻ. അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ മദ്യപാനത്തിന്റെ മേഖലയിൽ നിന്ന് പരിപൂർണമായും വിമുക്തി നേടുന്നില്ലേ? ഈ വിശുദ്ധമായ വചനം അവതരിക്കപ്പെടുന്ന സാഹചര്യത്തിൽ നമുക്കറിയാം, അറേബ്യയുടെ സാഹചര്യം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വിശ്വാസികളായിട്ടുണ്ടായിരുന്ന ആളുകളിൽപ്പെട്ട മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും അക്കാലഘട്ടത്തിൽ മദ്യം ഉപയോഗിക്കുന്നവരായിരുന്നു. കാരണം അന്ന് മദ്യം പരിപൂർണമായും നിഷിദ്ധമാക്കപ്പെട്ടിട്ടില്ല. ഘട്ടം ഘട്ടമായിട്ടാണ് ഇസ്ലാം മദ്യത്തെ നിരോധിച്ചിട്ടുള്ളത്. ഈ ഒരു വിശുദ്ധമായ വചനം അവതരിച്ചപ്പോൾ, അവസാനമായി മദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വചനം അവതരിച്ചപ്പോൾ, അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹയുടെ മദ്യശാലയിൽ നിന്നുകൊണ്ട് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു മദ്യം പാനം ചെയ്തു കൊടുക്കുകയായിരുന്നു. ഈ സന്ദർഭത്തിലാണ് ഒരു സഹാബി വന്നുകൊണ്ട്, അല്ലയോ സഹോദരന്മാരെ, അള്ളാഹുവിന്റെ പ്രവാചകന് വഹി ഇറങ്ങിയിട്ടുള്ളത്, മദ്യപാനം പരിപൂർണമായും നിഷിദ്ധമാക്കിയിട്ടുള്ള വചനങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആയത്ത് ധരിച്ചു കൊടുക്കുന്നത്. ഇത് കേട്ട മാത്രയിൽ അവർ പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഞങ്ങൾ മദ്യത്തിൽ നിന്ന് പരിപൂർണമായും ഇതാ വിരമിച്ചു കഴിഞ്ഞിരിക്കുന്നു. മദ്യപിച്ചു കൊണ്ടിരുന്ന ആളുകൾ മദ്യ ചഷകങ്ങൾ വലിച്ചെറിഞ്ഞു. മദ്യത്തിന്റെ പീപ്പകൾ അവർ തച്ചുടച്ചു. കഴിച്ചു പോയിട്ടുണ്ടായിരുന്ന ആളുകൾ വായിൽ കൈയിട്ട് ഛർദ്ദിച്ചു. കാരണം അള്ളാഹുവിന്റെ പ്രവാചകൻ അവർക്ക് പഠിപ്പിച്ചിട്ടുണ്ട്, തീർച്ചയായും നിങ്ങൾ മദ്യപിക്കുകയാണെങ്കിൽ, ലഹരി വസ്തുക്കൾ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് നിഷിദ്ധമാണ്. കുല്ലു മുസ്കിറിൻ ഹറാം, എല്ലാ നിഷിദ്ധമായിട്ടുള്ള കാര്യങ്ങൾ, എല്ലാ മുസ്കിറായിട്ടുള്ള ലഹരി ഉണ്ടാക്കുന്ന കാര്യങ്ങളും നിഷിദ്ധമാണ്. ആ നിഷിദ്ധമായ മേഖലകളിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വൻ വിപത്ത് വരാനുണ്ട്. വൻ വിപത്ത് വരാനുണ്ട്. ആ വിപത്ത് ഐഹികമായ ജീവിതത്തിലുമുണ്ട്, പാരത്രികമായ ജീവിതത്തിലുമുണ്ട്. പാരത്രികമായ ജീവിതത്തിൽ തീനത്തുൽ ഖമാലിൽ നിങ്ങൾ കുടിപ്പിക്കപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മദ്യപിക്കുന്ന വ്യക്തിയെ, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന വ്യക്തിയെ തീനത്തുൽ ഖമാലിൽ നിന്ന് കുടിപ്പിക്കുക എന്നുള്ളത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയായിട്ടുള്ള സംഗതിയാണ് എന്ന് കൂടി പ്രവാചകൻ പറഞ്ഞു. അപ്പോഴാണ് സഹാബികൾ ചോദിച്ചത്, അള്ളാഹുവിന്റെ പ്രവാചകരെ, എന്താണ് തീനത്തുൽ ഖബാൽ എന്ന് പറഞ്ഞത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വിശദീകരിച്ചു കൊടുത്തു, നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന ആളുകളുടെ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന ആളുകളുടെ വിയർപ്പ്, അതല്ലെങ്കിൽ അവരുടെ രക്തം, അവരുടെ ചലം എല്ലാം കലർന്നിട്ടുള്ള ആ ഒരു വസ്തുവാണ് അവർക്ക് കുടിപ്പിക്കപ്പെടുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുത്തു.
ഈ സാരാംശം മനസ്സിലാക്കിയപ്പോൾ സഹാബികൾ ഒന്നടങ്കം പറഞ്ഞു, ഇൻതഹൈനായ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, മദ്യത്തിന്റെ മേഖലകളിൽ നിന്ന് ഞങ്ങളിതാ പരിപൂർണമായും വിമുക്തരായി കഴിഞ്ഞിരിക്കുന്നു. ചരിത്രം പറയുന്നുണ്ട്, അവർ നടത്തിക്കൊണ്ടിരുന്ന മദ്യശാലകളിൽ നിന്ന് മദ്യം ഒടുക്കിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഒരു മദ്യത്തിന്റെ പുഴയായി അറേബ്യ മാറി, മദീന മാറി എന്ന്. ഈ ഒരു സമുദായം ഇത്രമാത്രം വിലക്കപ്പെട്ടിട്ടുള്ള ഒരു സമുദായം, ആ സമുദായം ഇന്ന് മദ്യപാനത്തിന്റെ മേഖലയിലേക്ക് കുതിച്ചോടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതൊരു ദിവസത്തെ പത്രമെടുത്തുകൊണ്ട് പരിശോധിച്ച് നോക്കിയാലും ലഹരി വിൽപ്പനയുടെ പേരിൽ പിടിക്കപ്പെടുന്ന ആളുകളിൽ ഏറ്റവും കൂടുതൽ എണ്ണമുള്ളത് മുസ്ലിം പേരുകളുള്ള ആളുകളാണ്. ഇതിൽ ഏറ്റവും അവസാനത്തെ ദുരന്തമാണ് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള, നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്ത് നടന്നിട്ടുള്ള, താമരശ്ശേരി അടിവാരത്ത് നടന്നിട്ടുള്ള ഒരു കൊലപാതകം. 25 വയസ്സ് പ്രായമുള്ള ഒരു യുവാവ് തന്റെ മാതാവിന് നിഷ്കരുണം കൊടുവാളെടുത്തുകൊണ്ട് വെട്ടിപ്പരിക്കേൽപ്പിച്ചു കൊല ചെയ്തു. ആ മാതാവ് എന്ന് പറയുന്നത് അങ്ങേയറ്റം കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് പിതാവ് വിട്ടേച്ച് പോയതിനു ശേഷം ലാളിച്ച് ഓമനിച്ച് താലോലിച്ച് വളർത്തിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരു യുവാവ്. അവന് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി പണം കിട്ടാത്തതിന്റെ പേരിൽ അതിനുവേണ്ടി സ്വത്ത് വിൽപ്പന നടത്തണം എന്ന് പറഞ്ഞത് അംഗീകരിക്കപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കിയതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ പരിലാളനയും ശ്രദ്ധയും അനുകമ്പയും സ്നേഹവും കൊണ്ട് തന്റെ മാതാവിന് പൊതിയേണ്ട ഒരു ഘട്ടത്തിൽ, അർബുദത്തിന് ചികിത്സയിലായിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ ഒരു ചങ്ങാതി, ഒരു യുവാവായിട്ടുള്ള മുസ്ലിം പേരുള്ള ഒരു യുവാവ് തന്റെ മാതാവിന് തൊട്ടടുത്ത വീട്ടിൽ പോയി മൂർച്ചയുള്ള കൊടുവാള് വാങ്ങിക്കൊണ്ടുവന്ന് നിർദ്ദയമായി 17ലധികം വെട്ടുകൾ കൊണ്ട് തന്റെ മാതാവിനെ യമപുരിയിലേക്ക് അയച്ചിട്ടുള്ളത്. ഈ ഞെട്ടലിൽ നിന്ന് കേരളം മുക്തി നേടുന്നതിന് മുമ്പാണ് പാലക്കാട് ജില്ലയിൽ നിന്ന് ഒരു സ്കൂളിൽ നിന്ന് ഒരു റിപ്പോർട്ട് വന്നിട്ടുള്ളത്. സ്കൂളിൽ മൊബൈൽ ഫോൺ കുട്ടികൾക്ക് ഉപയോഗിക്കുന്നതിന് വിലക്കുണ്ട്. ഒരു കുട്ടി ഇത് ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട അധ്യാപകൻ അഹിതകരമായ കാര്യത്തിൽ കുട്ടി അത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കാം ആ അധ്യാപകൻ മൊബൈൽ ഫോൺ പിടിച്ചു. കുട്ടി ക്രൂദ്ധനായി പ്രിൻസിപ്പാളിന്റെ റൂമിലെത്തി. പ്രിൻസിപ്പാളിനോട് അവൻ ആക്രോശിക്കുന്നു, എന്റെ ഫോണ് തരണം, ഫോണ് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ വിവരം അറിയിക്കണം. നീ എന്ത് വിവരമാണോ കാണിക്കുക എന്ന് ചോദിച്ചപ്പോൾ അവൻ പറയണത്, പുറത്തിറങ്ങിക്കോട്ടെ, ആ മാഷൊന്ന് പുറത്തിറങ്ങട്ടെ, പുറത്തിറങ്ങിയാൽ ഞാൻ അയാളെ വകവെറും, ഞാൻ അയാളെ കൊന്നുകളയും. ആ കുട്ടിയുടെ ആ സന്ദർഭത്തിലുള്ള ഭാവവും അവന്റെ ചേഷ്ടയും കണ്ടാൽ യഥാർത്ഥത്തിൽ ആ കുട്ടിക്ക് അവൻ വിചാരിച്ച രൂപത്തിൽ ആ അധ്യാപകനെ കിട്ടുകയാണെങ്കിൽ അവൻ കൊലപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു വിഭിന്നങ്ങളായ രൂപത്തിൽ. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നതിനെ സംബന്ധിച്ചാണ് നാം ഓരോരുത്തരും ആത്മാർത്ഥമായി ആലോചിക്കേണ്ടത്. ഇത് പറയുമ്പോൾ അങ്ങ് എവിടെയോ പാലക്കാട് നടന്നിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ താമരശ്ശേരിയിലേക്കും കോരങ്ങാടിലേക്ക് തച്ചമ്പുഴയിലേക്ക് എത്തിയിട്ടില്ല എന്ന് നമ്മൾ ആരും വിചാരിക്കേണ്ടതില്ല. നമ്മളുടെ മക്കളുടെ പിന്നാലെ നമ്മൾ സഞ്ചരിക്കണം. ഏത് പ്രായത്തിലുള്ള കുട്ടികളാണെങ്കിലും അവരെ നമ്മൾ പരിശോധിക്കണം. അവർ സ്കൂളിലേക്ക് പോകുമ്പോൾ, വിദ്യാലയങ്ങളിലേക്ക് പോകുമ്പോൾ അവർ പെരുമാറുന്ന കൂട്ടുകെട്ടിനെ സംബന്ധിച്ച് ഒക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? സൂക്ഷ്മമായി പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്, സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. മുഖമക്കന ധരിച്ചിട്ടുള്ള സമ്പൂർണമായ ഹിജാബോടുകൂടി വിദ്യാലയങ്ങളിലേക്ക് പോകുന്ന കുട്ടികൾ വരെ മയക്കുമരുന്നിന്റെ വിൽപ്പനക്കാരായി മാറിയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. LP ക്ലാസ്സിൽ പഠിക്കുന്ന പിഞ്ചു പൈതലുകളെ വരെ മദ്യത്തിന്റെ പേരിൽ, മയക്കുമരുന്നിന്റെ പേരിൽ കരിയറുകളായിട്ട് ഉപയോഗപ്പെടുത്തുന്ന മുസ്ലിം യുവാക്കളുണ്ട്. അനുഭവ ബോധ്യമുള്ള സംഗതി കൂടിയാണ് ഇക്കാര്യങ്ങൾ. എന്തുകൊണ്ട് ഇത്രമാത്രം വിലക്കേർപ്പെടുത്തപ്പെട്ടിട്ടുള്ള മുസ്ലിങ്ങൾ ഈ മേഖലയിലേക്ക് കടന്നു പോകുന്നു? മുസ്ലിങ്ങൾ മാത്രമല്ല, മറ്റു പലരുമുണ്ട്. യഥാർത്ഥത്തിൽ പൂർവിക കാലഘട്ടത്ത് പ്രായമേറച്ചെന്ന വ്യക്തികളായിരുന്ന മദ്യപാനികളായി അറിയപ്പെട്ടിരുന്നതെങ്കിൽ എട്ടും പൊട്ടും തിരിയാത്ത പിഞ്ചു പൈതലുകളാണ് ഇന്ന് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമകളായി മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വാർത്തകളാണ്, വസ്തുതാപരമായ വാർത്തകളാണ്. പൂർവ്വകാലഘട്ടത്ത് കേരളത്തിന്റെ ശരാശരി മദ്യപാനത്തിന്റെ പ്രായം
18 വയസ്സൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ പറയുന്നത് 12 വയസ്സാണ് കേരളത്തിന്റെ ശരാശരി മദ്യപാനത്തിന്റെ പ്രായം എന്നാണ്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി മദ്യപിക്കുന്നുണ്ട്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ കേരളമാണെങ്കിൽ ചെകുത്താന്റെ പറുദീസയായി കുടിച്ചു മരിക്കുക എന്നതാണ് ശരാശരി കേരളീയന്റെ ഇന്നത്തെ മുദ്രാവാക്യം. നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി, അരിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിന്റെ 3 ഇരട്ടി പണമാണ് മദ്യപാനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇക്കഴിഞ്ഞ പുതുവർഷ പുലരിയിൽ എത്ര കോടി രൂപയുടെ മദ്യമാണ് ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള മേഖലയിൽ പോലും വിൽപ്പന നടത്തിയിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് കേൾക്കുമ്പോൾ എത്ര കുതിച്ചുകൊണ്ടാണ് നാം ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. നാം ഈ സന്ദർഭത്തിൽ നാം ആലോചിക്കേണ്ടത്, നാം ചിന്തിക്കേണ്ടത്, മദ്യത്തിന്റെ മേഖലയുമായി പരിപൂർണമായും വിട്ടുനിൽക്കാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും എന്തുകൊണ്ട് ഈ മേഖലയിലേക്ക് പാഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നു? യഥാർത്ഥത്തിൽ കുട്ടികളെ മാത്രം കുറ്റം പറഞ്ഞതുകൊണ്ട് കാര്യമുണ്ടോ? യുവാക്കളെ മാത്രം കുറ്റം പറഞ്ഞതുകൊണ്ട് കാര്യമുണ്ടോ? ഇവർ ഈ മേഖലയിലേക്ക് നയിക്കുന്നതിൽ നിശബ്ദമായ ഒരു പങ്കെങ്കിലും രക്ഷിതാക്കൾ എന്ന നിലക്ക് നാം നിർവഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പണത്തിന്റെ വില മനസ്സിലാക്കുന്നതിന് മുമ്പ് കുട്ടികളുടെ കൈകളിൽ പണമേൽപ്പിക്കുന്നു. സന്തോഷം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി സ്മാർട്ട് ഫോൺ വാങ്ങിക്കൊടുക്കുന്നു. പള്ളിയിലേക്ക് നമസ്കാരത്തിന് വേണ്ടി വരാൻ വേണ്ടി കുട്ടികളെ ക്ഷണിക്കാൻ മറന്നു പോകുന്ന രക്ഷിതാവും, മത പഠന കേന്ദ്രങ്ങളിലേക്ക് സാരോപരസത്തോടുകൂടി സ്നേഹത്തോടെ വിളിച്ചുകൊണ്ടുവരാൻ മറന്നു പോകുന്ന രക്ഷിതാവ് കുട്ടികളുടെ വ്യത്യസ്തമായിട്ടുള്ള കൂട്ടായ്മകളിലേക്ക് പോകുന്നതിനെ ഭയപ്പെടുന്നില്ല. സ്വാഭാവികമായും വ്യത്യസ്തമായിട്ടുള്ള ചങ്ങാതിക്കൂട്ടങ്ങൾ കുട്ടികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്, വിശിഷ്യ മുസ്ലിം പോക്കറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഇതിലേക്ക് വഴുതി വീടുകൊണ്ടിരിക്കുന്നു. നാം എല്ലാവരും ബോധവാന്മാരാകേണ്ടതുണ്ട്. നമ്മുടെ വീടുകളിൽ എത്തിയിട്ടുണ്ട് എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ വേണ്ട പ്രകാരത്തിലുള്ള ക്രമീകരണങ്ങൾ വരുത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്രകാരം ക്രമീകരണങ്ങൾ വരുത്തി സൂക്ഷ്മതയോടുകൂടി മുന്നോട്ട് നീങ്ങുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ വിശ്വാസികൾ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫയാ അയ്യുഹൽ ഇഖ്വ വൽ അഖ്വാത് ഉസീകും സാനിയൻ ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അന്ത്യനാളിന്റെ അടയാളങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള അടയാളങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ നമുക്ക് സാധിക്കും. ഇന്ന മിൻ അശ്റാത്ത് സ്സാഅ അൻ യുർഫഅൽ ഇൽമു വയുസ്ബതൽ ജഹൽ വയുസ്റബൽ ഖമറു വയദ്ഹറ സിന. അന്ത്യനാളിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് അറിവ് ഉയർത്തപ്പെടുക, അജ്ഞതക്ക് സ്ഥിരീകരണമുണ്ടാവുക. പ്രചണ്ഡമായ പ്രചാരണങ്ങളിലൂടെ യഥാർത്ഥത്തിലുള്ള അജ്ഞത ശരിയാണ്, തെറ്റായ കാര്യങ്ങൾ ശരിയാണ് എന്ന് ബോധ്യപ്പെടുത്തപ്പെടുക. യഥാർത്ഥത്തിലുള്ള അറിവിനെ സംബന്ധിച്ച് ആളുകൾക്ക് പരിജ്ഞാനമില്ലാതിരിക്കുക, അത് കൽപ്പിക്കപ്പെടുമ്പോൾ അപരിചിതത്വം തോന്നുക. രണ്ടാമതായി പ്രവാചകൻ പറഞ്ഞത് മദ്യപാനം ചെയ്യപ്പെടുക, പരസ്യമായി വ്യഭിചാരം നടത്തുക. ഇത് അന്ത്യനാളിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലയകൂനന്ന മിൻ ഉമ്മത്തി അഖ്വാം യസ്തഹില്ലൂന അൽ-ഹിർറ വൽ-ഹരീറ വൽ-ഖംറ വൽ-മആസിഫ്. എന്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം വഴിയെ പ്രത്യക്ഷപ്പെടും. അവർ പട്ടുവസ്ത്രം അനുവദനീയമാക്കും, അവർ വ്യഭിചാരം അനുവദനീയമാക്കും, അവർ സംഗീതോപകരണങ്ങളും മദ്യവും അനുവദനീയമാണ്. നിഷിദ്ധമാക്കപ്പെട്ട ഈ മേഖലകൾ ഇസ്ലാമിക ഉമ്മത്തിന് നിഷിദ്ധമാക്കപ്പെട്ട സംഗീതോപകരണത്തിന്റെ മേഖലകൾ
മദ്യത്തിന്റെ മേഖലകൾ, വ്യഭിചാരത്തിന്റെ മേഖലകൾ, പട്ടുവസ്ത്രത്തിന്റെ മേഖലകളൊക്കെ തന്നെ നമുക്ക് പറ്റും എന്ന് പറയുന്ന ഒരു വിഭാഗം പിൽക്കാലഘട്ടത്തിൽ വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ചിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാൻ നമുക്ക് സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, തീർച്ചയായും ലയശ്റബന്ന ഉനാസും മിൻ ഉമ്മത്തി അൽ ഖംറ യസുമ്മൂനക ബിഗൈരി ഇസ്മിഹാ വയദ്രിബു അലാ റൂസിഹിം അൽ മആസിഫ് വൽ ഖൈനാത്ത് യഖ്സിഫു അല്ലാഹു ബിഹിമുൽ അർള വയജ്അൽ മിൻകുമുൽ ഖനാസിയ ബിൽ ഖിറദ അൽ ഖിറദത വൽ ഖനാസിയ. ഇസ്ലാമിക ഉമ്മത്തിൽ ഒരു വിഭാഗം ആളുകൾ ഉണ്ടാകും. അവർ മദ്യത്തിന് അതിൻ്റെതല്ലാത്ത മറ്റു പേരുകൾ പറഞ്ഞുകൊണ്ട് അവർ കുടിക്കും. അവർ മദ്യപിക്കും, ഞങ്ങൾ മദ്യപിക്കുന്നില്ല എന്ന് പറയും. പക്ഷെ അതിന് വ്യത്യസ്തമായിട്ടുള്ള പേരുകൾ അവർ ഇറക്കിയിട്ടുണ്ടാകും. ആ പേരുകൾ പറഞ്ഞുകൊണ്ട് മദ്യം പാനം ചെയ്യുന്ന, മദ്യപിക്കുന്ന ഒരു വിഭാഗം ആളുകൾ എൻ്റെ ഉമ്മത്തിലുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ 100-ലധികം മദ്യം ഉണ്ടായിരുന്നു പറയുന്നു. 400-ലധികം പേരുകളുള്ള മയക്കുമരുന്നുകൾ വിദ്യാലയ കലാലയ ക്യാമ്പസുകൾ കയറി ഇറങ്ങുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ മേഖലകളുമായി ഒക്കെ തന്നെ നമ്മുടെ മക്കൾ ബന്ധപ്പെടുന്നുണ്ട്, യുവാക്കൾ ബന്ധപ്പെടുന്നുണ്ട്, പ്രായമുള്ളവരും ബന്ധപ്പെടുന്നുണ്ട്. പലപ്പോഴും ഈ മേഖലയുമായി ബന്ധപ്പെടുന്നത് വ്യത്യസ്തമായിട്ടുള്ള ആഘോഷങ്ങളിലാണ്. തുടക്കം ആഘോഷങ്ങളിലാണ്. അത് ചിലപ്പോൾ വീടുകളിൽ നിന്നാകാം, പള്ളികളിൽ നിന്നാകാം, വിദ്യാലയങ്ങളിൽ നിന്നാകാം. പ്രവാചകൻ ഈ ഹദീസിൽ പറയുന്നത്, പിൽക്കാലഘട്ടത്തിൽ എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ അവർ മദ്യപിക്കും. മദ്യത്തിന് നിലവിലുള്ള പേരല്ലാത്ത മറ്റു പേരായിരിക്കും അവർ പറയുക. മാത്രമല്ല, അവരുടെ ശിരസിന്റെ മുകളിൽ ഇരുന്നുകൊണ്ട് നർത്തകിമാർ നർത്തനമാടും, സംഗീതോപകരണങ്ങൾ വീട്ടപ്പെടുകയും ചെയ്യും. വളരെ കൃത്യമായി മനസ്സിലാക്കണം, ഈ സംഗീതവും മദ്യവുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. പ്രവാചക ഹദീസിൽ പറയാം, സ്വഹീഹായ ഹദീസിലൂടെ പ്രവാചകൻ പറയാം, അവരുടെ തലക്ക് മീതെ നിന്നുകൊണ്ട് നർത്തകിമാർ നർത്തനമാടും, സംഗീതോപകരണങ്ങൾ വീട്ടപ്പെടുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആളുകളെ ഭൂമിയിലേക്ക് താഴ്ത്തിക്കളയും. അതല്ലെങ്കിൽ അവരിൽ നിന്ന് പന്നികളെ, കിലാബുകളെ നായകളായി ഉണ്ടാക്കി തീർക്കും, അഥവാ നായകളായി പന്നികളായി അവരെ പരിവർത്തിപ്പിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഹദീസ് പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് ആലങ്കാരികമായ പ്രയോഗമല്ല, അക്ഷരാർത്ഥത്തിൽ തന്നെ അപ്രകാരം പരിവർത്തിപ്പിക്കും എന്ന് രേഖപ്പെടുത്തിയത് കാണാൻ നമുക്ക് സാധിക്കും. നിസ്സാരമായ കാര്യമല്ല, ഗുരുതരമായ വിഷയമാണ് എന്ന് നാം മനസ്സിലാക്കണം. ഇതിൽ പറയപ്പെട്ട ഓരോ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇസ്ലാമിക സമൂഹത്തിലുള്ള ആളുകൾ ഇന്ന് നിർഭയം അടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. നാം ഓരോരുത്തരും ബോധവാന്മാരാവുക. നമ്മുടെ കുടുംബത്തെ, നമ്മുടെ സമൂഹത്തെ, നമ്മുടെ സമുദായത്തെ രക്ഷപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുക, കരുതലുകൾ സ്വീകരിക്കുക, ജാഗ്രതയുള്ളവരാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമസ്കാര ശേഷം നമുക്ക് സംഭാവന സ്വരൂപിക്കുവാനുള്ളതും തിരൂർ അടുത്ത പ്രദേശമായ BP അങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്തും പള്ളിയും മദ്രസയും മറ്റു പ്രബോധനത്തിനുള്ള സംരംഭങ്ങളും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കേന്ദ്രവും ഒക്കെ തന്നെ തുറക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടിയാണ്. കമ്മിറ്റിയുടെ ഭാരവാഹികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നേരത്തെ അവർ നമ്മോട് ഈ വിഷയം പറയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ സഹോദരങ്ങളും സാധ്യമാവുന്നതിൻ്റെ പരമാവധി സംഖ്യ ഈ വിഷയത്തിൽ ചെലവഴിക്കാൻ വേണ്ടി അള്ളാഹുവിനെ വിചാരിച്ച്, പ്രലോകത്തെ വിചാരിച്ച്, കൂലി കിട്ടണമെന്ന് വിചാരിച്ചുകൊണ്ട് ചെലവഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽസംരംഭങ്ങൾ വിജയിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ ദാനധർമ്മങ്ങളും എല്ലാവിധ സൽപ്രവർത്തനങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ അസ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നക സാഅത മുസ്തഖറ മുഖാമം. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.